കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ ചുമതല നൽകിയ മിനി കാപ്പന് തന്നെ ഫയലുകൾ അയക്കണമെന്ന് വൈസ് ചാൻസലർ. ജോയിന്റ് രജിസ്ട്രാർമാർ നേരിട്ട് അയച്ച ഫയലുകളും VC മടക്കി അയച്ചു. മിനി കാപ്പൻ ഫയലുകൾ അയക്കണമെങ്കിൽ രജിസ്ട്രാർ അനിൽകുമാറിൽ നിന്ന് അഡ്മിൻ ആക്സസ് മാറ്റണം. ഇതെങ്ങനെ നടക്കും? അതിനൊരു സ്വകാര്യ സർവീസ് പ്രൊവൈഡറെ മാറ്റാൻ വേണ്ടി VC ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഗോപാൽ ശീലാസനലുണ്ട് നമുക്കൊപ്പം. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ യുദ്ധത്തെക്കുറിച്ചാണ്. VC രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. മിനി കാപ്പൻ ഈ പണി എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് വെച്ചൊഴിയാൻ ശ്രമിച്ചു. പക്ഷേ സമ്മതിക്കുന്ന മട്ടില്ല VC. എന്താണ് അവസ്ഥ? നിലവിൽ ആകപ്പാടെ അവതാളത്തിലാണല്ലോ. ഭരണസ്തംഭനമായി മാറുമോ സർവകലാശാലയിൽ കാര്യങ്ങൾ? ഒരു സംശയവും വേണ്ടതില്ല ഡോക്ടർ അരുൺകുമാർ. സർവകലാശാലയിലെ കാര്യങ്ങൾ ഭരണസമ്പന്നത്തിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഈ രജിസ്ട്രാർമാർ തമ്മിലുള്ള തർക്കം, ആരാണ് രജിസ്ട്രാർ എന്ന തർക്കം നിലനിൽക്കുന്നതിനാൽ തന്നെ ഫയൽ നീക്കം മുഴുവനായി അവതാളത്തിലായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഡോക്ടർ KS അനിൽകുമാറിൻ്റെ കൈവശമുണ്ടായിരുന്ന ഈ ഫയൽ സിസ്റ്റത്തിൻ്റെ ആക്സസ് മിനി കാപ്പന് VC ഇടപെട്ട് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം അത് അനിൽകുമാർ തന്നെ മടക്കി നൽകി. അതിനുശേഷം അനിൽകുമാർ വഴി വന്ന ഒരു ഫയലുകളും ഇത്തരത്തിൽ VC മോഹനൻ കുന്നുമ്മൽ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ മിനി കാപ്പന് ഇടയ്ക്ക് കുറച്ചു നേരം ആക്സസ് കിട്ടിയപ്പോൾ ലഭിച്ച ആ ഫയലുകളെല്ലാം തന്നെ VC അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ഈ മിനി കാപ്പൻ ആക്സസ് നൽകിയില്ലെങ്കിൽ പോലും അനിൽകുമാർ വഴി വരുന്ന ഫയലുകൾ അംഗീകരിക്കില്ല എന്നും ജോയിന്റ് രജിസ്ട്രാർമാർ തന്നെ നേരിട്ട് തനിക്ക് ഫയൽ അയച്ചോളൂ എന്നുമുള്ള നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം ജോയിന്റ് രജിസ്ട്രാർമാർ അടിയന്തര സ്വഭാവത്തിലുള്ള ചില ഫയലുകൾ അവർ അനിൽകുമാർ വഴി അല്ലാതെ സ്വന്തം നിലയ്ക്ക് VCക്ക് അയച്ചിരുന്നു. എന്നാൽ ആ ഫയലുകൾ പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. അതായത് ജോയിന്റ് രജിസ്ട്രാർമാർ നേരിട്ട് അയച്ച ഫയലുകൾ പോലും VC അംഗീകരിക്കാൻ തയ്യാറായില്ല. തനിക്ക് മിനി കാപ്പൻ വഴി തന്നെ ഫയലുകൾ കിട്ടണം, അല്ലാത്ത ഫയലുകൾ ഒന്നും തന്നെ താൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുക. ആ കുറിപ്പോട് കൂടി VC ഈ ഫയലുകൾ മടക്കി അയക്കുകയായിരുന്നു. അതിനർത്ഥം മിനി കാപ്പൻ ഇതിൻ്റെ അഡ്മിൻ ആക്സസ് നൽകണം എന്ന പിടിവാശിയിലാണ് ഇപ്പോൾ VC മോഹൻ കുന്നുമ്മൽ. അല്ലാത്ത പക്ഷം താൻ സർവകലാശാലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ പോലും അംഗീകരിക്കുകയില്ല എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പരസ്യമായ പ്രകടമായ പോരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ്. നമുക്കതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഗോപാൽ എടുക്കൂ. VC ഇതിനിടയ്ക്ക് ഒരു നീക്കം നടത്തിയിട്ടുണ്ട്, കേട്ടോ ഗോപാൽ? അവിടെ തലസ്ഥാനത്ത് അറിയാൻ കഴിഞ്ഞതാ. കെൽട്രോണിനാണ് ഈ സർവീസ് പ്രൊവൈഡറുമായിട്ട് എഗ്രിമെന്റ് ഉള്ളത്. ആ സ്വകാര്യ സർവീസ് പ്രൊവൈഡറെ VC മാറ്റാനൊരു നീക്കം നടത്തുന്നു എന്നുകൂടി അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യം ഇത്തിരി കടുക്കും. അപ്പോൾ എന്തായാലും ഗോപാൽ, ഉഷാറായി നിന്ന് നമുക്ക് ആ വാർത്ത അല്പസമയത്തുള്ള റിപ്പോർട്ട് ചെയ്യാം പ്രേക്ഷകരോട്.